ഒരു സംവിധായകനിൽ നിന്ന് ലൈംഗികാതിക്രമം നേരിടേണ്ടി വന്ന അനുഭവത്തെക്കുറിച്ച് നടി അശ്വിനി നമ്പ്യാർ നടത്തിയ വെളിപ്പെടുത്തൽ സിനിമാ മേഖലയെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. തമിഴ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അശ്വിനി നമ്പ്യാരുടെ അമ്പരപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. ഒരു സിനിമയിൽ അഭിനയിക്കാനെത്തിയ തന്നെ എന്തോ ചർച്ച ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാണ് റൂമിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി ഒരു സംവിധായകൻ പീഡിപ്പിച്ചതെന്ന് അശ്വിനി നമ്പ്യാർ പറഞ്ഞു. മുറിയിൽ കയറിയപ്പോൾ സംവിധായകൻ തന്നെ അധിക്ഷേപിച്ചുവെന്നും പിതാവിന്റെ പ്രായമുള്ള ഒരാൾ തന്നോട് എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള വിവരം പോലും അന്ന് തനിക്ക് ഉണ്ടായിരുന്നില്ലെന്ന് ഇന്ത്യ ഗ്ലിറ്റ്സിന് നൽകിയ അഭിമുഖത്തിൽ അശ്വിനി നമ്പ്യാർ പറയുന്നു. ചെറുപ്രായത്തിൽ അശ്വിനി പ്രകടിപ്പിച്ച ദുർബലതയും നിഷ്കളങ്കതയുമാണ് അവരുടെ അനുഭവത്തിൽ ശ്രദ്ധേയമായത്. മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിലെ അല്ലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടിയാണ് അശ്വിനി നമ്പ്യാർ. ധ്രുവം എന്ന ചിത്രത്തിൽ ജയറാമിന്റെ കാമുകിയായും അഭിനയിച്ചു. മണിച്ചിത്രത്താഴ്, ആയുഷ്കാലം, ഹിറ്റ്ലർ തുടങ്ങിയ നിരവധി മലയാള തമിഴ് ചിത്രങ്ങളിലും സീരിയലുകളിലും അഭിനയിച്ച നടി വിവാഹശേഷം സിനിമകളിൽ നിന്ന് മാറി ബ്രേക്ക് എടുത്ത് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ പുറത്തിറങ്ങിയ സുഴൽ എന്ന തമിഴ് സീരീസിന്റെ രണ്ടാം ഭാഗത്തിലൂടെ വലിയൊരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് താരം. അശ്വിനി നമ്പ്യാരുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു മലയാള സംവിധായകനുമായി എനിക്കുണ്ടായ മോശം അനുഭവം വളരെ കാലമായി ഞാൻ എവിടെയും പങ്കുവച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം ഒരു ടെലിവിഷൻ ഷോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതാണ് നിങ്ങൾ കണ്ടത്. അതൊരു കാസ്റ്റിംഗ് കൗച്ചാണെന്ന് ഞാൻ പറയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഞാൻ കുടുങ്ങിപ്പോയി എന്ന് പറയുന്നതാണ് ശരി. ഞാൻ സംവിധായകന്റെ പേര് വെളിപ്പെടുത്താനും ആഗ്രഹിക്കുന്നില്ല. അക്കാര്യം മറക്കുകയും ഞാൻ അയാളോട് ക്ഷമിക്കുകയും ചെയ്തതിനാലാണ് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തത്. അദ്ദേഹം ഒരു മികച്ച സംവിധായകനാണ്. എന്തോ കാര്യം ചർച്ച ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാണ് എന്നോട് ഓഫീസിലേക്ക് വരാൻ ആവശ്യപ്പെട്ടത്. ഞാൻ എവിടെ പോയാലും എൻ്റെ അമ്മ എനിക്കൊപ്പം ഉണ്ടായിരുന്നു. അമ്മയാണ് എൻ്റെ ശക്തി. അമ്മ എന്നോടൊപ്പം ഉള്ളപ്പോൾ അത് 100 പുരുഷന്മാർ എന്നോടൊപ്പം ഉള്ളതുപോലെയാണ് തോന്നുക. അവർ ഒരു ഉരുക്ക് വനിതയാണെന്ന് പറയുന്നതിലും തെറ്റില്ല. പക്ഷേ അന്ന് എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു. അതിനാൽ അവർക്ക് എന്നോടൊപ്പം വരാനും കഴിഞ്ഞില്ല. കോസ്റ്റ്യൂം ഇട്ടു നോക്കാനോ മറ്റോ ആണ് സംവിധായകൻ ഓഫീസിലേക്ക് വിളിപ്പിച്ചതെന്ന് അമ്മയോട് ഞാൻ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത്, എനിക്ക് നല്ല സുഖമില്ല, നീ ഹെയർ ഡ്രസ്സറായിരുന്ന സ്ത്രീയെയും കൂട്ടി പോകൂ എന്നാണ്. ഡയറക്ടറുടെ ഓഫീസും വീടും ഒരുമിച്ചായിരുന്നു. ഓഫീസിൽ വെച്ച് ചർച്ച ചെയ്യുമെന്നാണ് കരുതിയത്. പക്ഷേ സാറ് മുകളിലത്തെ നിലയിലാണെന്നും അവിടെ വെച്ച് ചർച്ച ചെയ്യാനാണ് വിളിച്ചതെന്നും ഓഫീസിൽ നിന്നും അറിയിച്ചു. കൂടെ വരാനായി ഹെയർ ഡ്രസ്സറായ സ്ത്രീയെ വിളിച്ചപ്പോൾ അവർക്ക് വരാൻ എന്തോ അസൗകര്യമാണെന്ന് പറഞ്ഞു. ഞാനന്ന് ഒരു കൗമാരക്കാരിയായിരുന്നു. മുകളിലത്തെ നിലയിലെ സംവിധായകന്റെ മുറിയിലെത്തി. ഒരു കുട്ടിയെപ്പോലെ ചിരിച്ചും കളിച്ചും ഇരുന്നു. പക്ഷേ അവിടെ ഞാൻ ആരെയും കണ്ടില്ല. കിടപ്പുമുറിയിൽ നിന്ന് അകത്തേക്ക് വരൂ എന്ന് പറയുന്നൊരു ശബ്ദം ഞാൻ കേട്ടു. ഞാൻ മുറിയിലേക്ക് പോയി. ആ സംവിധായകനോടൊപ്പം ഞാൻ മുമ്പൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അതൊരു മലയാളം സിനിമയായിരുന്നു. എനിക്ക് പരിചയമുള്ള ഒരാളായതിനാൽ അദ്ദേഹം എന്നെ അകത്തേക്ക് വിളിച്ചപ്പോൾ ഞാൻ അകത്തേക്ക് പോയി. ഒരു നിഷ്കളങ്കയായ കൗമാരക്കാരിയായിട്ടാണ് ഞാൻ അകത്ത് കടന്നത്. അകത്ത് കയറിയ ഉടൻ അദ്ദേഹം എന്നോട് മോശമായി പെരുമാറി. ഞാൻ ആ മുറിയിൽ നിന്നും തിരിച്ചെത്തിയപ്പോൾ മുകളിലേക്ക് പോയി കളിച്ചും ചിരിച്ചും ഇരുന്ന ആളല്ല തിരിച്ചു വന്നപ്പോൾ. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് പോലും മനസ്സിലായില്ല. എന്റെ തെറ്റാണോ അതോ അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തതാണോ അതോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് ഞാനാണോ കാരണക്കാരി എന്ന് പോലും ചിന്തിച്ചു. തെറ്റ് എന്റെ ഭാഗത്താണെന്ന് ഓർത്ത് ആത്മഹത്യക്ക് പോലും ശ്രമിച്ചിരുന്നു. കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് മരിച്ചില്ല. ഇത് നീ കാരണമല്ല സംഭവിച്ചതെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. അത് അയാളുടെ തെറ്റാണ്. നീയില്ലാതെ ഞാൻ ജീവിക്കില്ല. ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത്, എൻ്റെ അമ്മ പറഞ്ഞു. സംവിധായകൻ ഒരു ചെറുപ്പക്കാരനായിരുന്നില്ല. എൻ്റെ പിതാവിൻ്റെ പ്രായമാണ് അയാൾക്കുണ്ടായിരുന്നതും. ഈ അനുഭവം എനിക്കൊരു പാഠമായിരുന്നു. എൻ്റെ അമ്മയുടെ വാക്കുകൾ എനിക്ക് ശക്തി പകർന്നു. ഞാൻ വീണ്ടും ഷൂട്ടിന് പോകാൻ തുടങ്ങി. പിന്നീട് എൻ്റെ അമ്മയില്ലാതെ ഞാൻ ഷൂട്ടിന് പോയി. കാരണം എന്നെ സംരക്ഷിക്കാൻ ഞാൻ തന്നെ മതിയാകും. എല്ലാം നേരിടാൻ എനിക്ക് ധൈര്യമുണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. ആ സംഭവത്തിന് ശേഷമാണ് എനിക്ക് ധൈര്യം ലഭിച്ചത്.